ദയവേത് മാലാഖയെന്ന് വിളിക്കരുത്. ഞങ്ങൾക്ക് ഇപ്പം നിലവിൽ നമുക്കത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മളെല്ലാം ബസ്സിന് വരുന്നവരാ. അപ്പോൾ ഞങ്ങൾക്ക് ബസ് ഫെയർ തന്നെയായിട്ട് ഒരു മാസം 5000 രൂപയുടെ അടുത്ത് ചിലവുണ്ട്. പിന്നെ നമുക്ക് ഫുഡ് കാര്യങ്ങൾ എല്ലാവർക്കും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നവരുണ്ട്. അല്ലാണ്ട് നമുക്ക് ഇവിടുന്ന് ഇടയ്ക്ക് എന്തെങ്കിലും നമുക്ക് ബസ്സിൻ്റെ ചിലവ്, ഭക്ഷണം, അതുപോലെ തന്നെ താമസം എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞതിനൊരു ശമ്പളത്തിൻ്റെ ഒരു മേജർ പാർട്ട് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ഇവിടുന്ന് തന്നെ ഇപ്പം നിസ്സാരം ചാല വരെ പണ്ട് ഓട്ടോയ്ക്ക് 30 രൂപയായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് കുറച്ച് മുമ്പോട്ട് എടുത്തിട്ട് അവർക്ക് ടേൺ ചെയ്ത് പോകണം എന്നുള്ളതുകൊണ്ട് അവർ ഒറ്റയടിക്ക് 40 രൂപയ്ക്ക്. അപ്പോൾ അവർക്കൊക്കെ അത്രയും പെട്ടെന്ന് ഹൈക്ക് വരുമ്പോൾ നമ്മൾ അതിന് തടസ്സം പറഞ്ഞാൽ പോലും നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്കും ചിലവിനനുസരിച്ച് നമുക്ക് വരവും കൂടെ വേണമല്ലോ. ദയവേത് മാലാഖയെന്ന് വിളിക്കരുത്. ഞങ്ങൾക്ക് ഇപ്പം നിലവിൽ നമുക്കത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് മാലാഖമാരാണ് ചിറക് വേണ്ടേ. നമുക്ക് മാലാഖ എന്നുള്ളൊരു വിളിപ്പേര് കൊണ്ട് മാത്രം നമുക്ക് ഫുഡ് കഴിക്കാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമല്ലോ, വെള്ളം കുടിക്കാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമല്ലോ. ഞങ്ങൾക്ക് എക്സ്പെൻസിൽ ഈ നാട്ടിലെ എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നതിനനുസരിച്ച് ഞങ്ങൾ ഈ സെയിം വിലയ്ക്കാണ് കിട്ടുന്നത്. അല്ലാതെ ഞങ്ങൾ നേഴ്സാണ് മാലാഖയാണെന്ന് പറഞ്ഞാൽ എങ്ങും ഞങ്ങൾക്ക് കൺസിഡറേഷൻ കിട്ടുന്നില്ല.